മഴ തിമിർത്ത് പെയ്യുമ്പോഴും കാലവർഷം ഇന്ന് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കാലവർഷക്കാറ്റ് ഇന്ന് കരയിൽ പ്രവേശിക്കുമെന്നാണ് സൂചന. കാലവർഷം തിരികരിക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നതാണ് അതിന് കാരണം. എങ്ങനെയാണ് കാലവർഷം എത്തിയെന്ന് കാലാവസ്ഥാ വകുപ്പ് കണ്ടെത്തുന്നത്? നമുക്ക് നോക്കാം. കാലവർഷമെത്തിയെന്ന് കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിക്കുന്നത് 3 മാനദണ്ഡങ്ങളെ ആശ്രയിച്ചാണ്. കേരളത്തിലും കർണാടകത്തിലും ലക്ഷദ്വീപിലുമുള്ള മഴമാപന കേന്ദ്രങ്ങളിൽ 9 എണ്ണത്തിൽ തുടർച്ചയായി 2 ദിവസം 2.5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ രേഖപ്പെടുത്തിയിരിക്കണമെന്നതാണ് ഒന്നാമത്തെ നിബന്ധന. ഈ മഴമാപന കേന്ദ്രങ്ങളിൽ മഴ ലഭിച്ചാലും പടിഞ്ഞാറൻ കാറ്റിന് ശക്തിയില്ലെങ്കിലും കാലവർഷമെത്തിയെന്ന് പറയാനാവില്ല. അറബിക്കടലിൽ ഭൂമധ്യരേഖ മുതൽ 10 ഡിഗ്രി അക്ഷാംശം വരെയും 55 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ രേഖാംശത്തിലുമുള്ള പ്രദേശത്ത് പടിഞ്ഞാറൻ കാറ്റ് 4.5 കിലോമീറ്റർ വരെ ഉയരത്തിലുണ്ടാകണമെന്നാണ് രണ്ടാമത്തെ നിബന്ധന. ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികിരണ തോത് കുറഞ്ഞിരിക്കണമെന്നതാണ് മൂന്നാമത്തെ നിബന്ധന. ഇത് ചതുരശ്ര കിലോമീറ്ററിൽ 200 വാട്ട്സിൽ കുറവായിരിക്കണം. താപവികിരണം ആകാശത്തെത്തുന്നത് കുറയുന്ന പക്ഷം മഴമേഘങ്ങൾ ആകാശത്ത് കൂടുതലായിരിക്കും. ഇതുവരെ മഴയുടെയും വികിരണത്തിന്റെയും അളവ് കൃത്യമായെങ്കിലും കാറ്റ് കേവലം 1.5 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കാലവർഷം എത്തിയിട്ടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.